ഹലോ, വെൽക്കം ബാക്ക്. ഇത് കൊള്ളാം. ഗൈസ്, 2 ദിവസം മുടി മുറിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേങ്കിൽ നാളെ മുടി മുറിക്കും ഗൈസ്. സോ ഇത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കുറേ. ഓക്കെ, സോ 2-3 ദിവസമായി ട്രേഡിങ് പഠിച്ചിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നോക്കിയിട്ട് സോ വി ആർ ബാക്ക് ഓൺ ട്രാക്ക് അഗെയിൻ. ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ നന്നായിട്ട് പോയിക്കില്ല. എന്നാലും വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. ഇപ്പോൾ തണുത്ത വെള്ളത്തിലേക്ക് കുളിച്ചിട്ട് കുട്ടപ്പനായി റെഡി വന്നിരിക്കുകയാണ്. ഫുള്ള് മൈൻഡൊന്ന് ക്ലിയർ ചെയ്തു. ഇനി നോക്കാം. നിങ്ങൾക്ക് എൻ്റെ മുടിയിൽ കണ്ടിട്ട് ചിരിക്കാൻ തോന്നുന്നെങ്കിൽ ഒന്നും പറയാനില്ല. മൗസും വർക്ക് ചെയ്യുന്നില്ല. രാവിലെ ഉണ്ട് സാമാനം മറ്റേ മൗസും കൊണ്ട് അടിക്കുന്നത്. നാളെ എന്തായാലും ഗൈസ്, നാളെ നമ്മളൊരു വ്ളോഗ് ഉണ്ടാവേ. സോറി ഗൈസ്, നാളെ നമ്മളൊരു വ്ളോഗ് ഉണ്ടാവും. സോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അത് നാളെ രാവിലെ മോർണിംഗ് റുട്ടീനായിട്ട് നമ്മൾ ഇതൊക്കെ അടിച്ച് മറ്റേ ക്ലീനാക്കിയും അടിച്ചൊക്കെ വാരി, പിന്നെ ഒരു വൈകുന്നേരം നമ്മൾക്ക് മുടി മുറിക്കാൻ പോയി. ആ ഹെയർ കട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അതാണ് മുത്തേ വീഡിയോ തുടങ്ങുന്നതിനൊപ്പം പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ച ഹെയർ കട്ടല്ല ബാർബർ അടിച്ചു നിൽക്കണ ഇയാളെ ചെള്ള ഞാൻ വിളിക്കും, പൈസ കൊടുക്കില്ല. ഞാൻ പറയും ഇത് നിങ്ങളിങ്ങനെ മുറിച്ചതൊക്കെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഞാൻ എന്തായാലും പറയും എനിക്കിഷ്ടപ്പെട്ട ഹെയർ കട്ടല്ലാണ്ട് ഞാൻ ഇങ്ങനെ അടിക്കൂല. മറ്റേ ക്രോപ്പായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ. എന്നാലും പോട്ടെ. ആയവാ സെറ്റ് അടിപൊളി. ഓക്കെ, സോ ബാക്ക് ടു ദ സ്റ്റോറി. എനിക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, എനിക്കൊരു ചായക്കട ഉണ്ട്, എനിക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, എനിക്കൊരു കഫേ ഉണ്ട്.
മൂന്നും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ അതിൽ എനിക്ക് ഒരു മാസം ലഭിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 1 lakh. ഒരു വർഷം എനിക്ക് ലഭിക്കുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 12 lakh. കാരണം ഒരു മാസം 1 lakh ആണെങ്കിൽ 12 മാസം 12 lakh ആയിരിക്കുമല്ലോ. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 3,60,000 രൂപയാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 3 ലക്ഷം, ഡിപ്രീസിയേഷൻ 50,000, EBIT 4,90,000, 4,90,000 rupees. അടാ അതിങ്ങനെ ശരിക്കും വായിക്കാൻ ഇംഗ്ലീഷ് ടു മലയാളം. അയ്യോ ഇതിലില്ലല്ലേ വോയിസ്. എന്തായാലും ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് വരുള്ളൂ, പ്രശ്നമില്ല. വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം, എന്നാൽ ഈ പ്രാവശ്യം എഡിറ്റ് ഞാൻ ചെയ്തിട്ട് ഞാൻ കടന്നുറങ്ങും കേസ്, ഉറപ്പ്. ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു വോയിസിനെ ഇവിടെ ചേർക്കുന്നതാണ്. ഇവിടെ എങ്ങാണ്ട് ചേർക്കും. 4,90,000. ഓക്കെ, സംഭവം എനിക്ക് ഇപ്പം അറിയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ സീനില്ല. എന്തായാലും പോവാം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ടാക്സ് എന്ന് പറയുന്നത് 1,17,500 രൂപയാണ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ PAT എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 3,52,500 രൂപയും. ടോട്ടൽ ആസറ്റ്സ്, എനിക്കുള്ള ടോട്ടൽ ആസറ്റ്സ് എന്ന് പറയുന്നത് 10 ലക്ഷം. ടോട്ടൽ ഡെപ്റ്റ്, ഞാനെടുത്ത ലോണുകൾ, ഞാനെടുത്ത കുറേ കടങ്ങളുണ്ട്, അത് 4 ലക്ഷവും. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, എൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ ഓണറിൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. സോ ഇതൊക്കെ കഴിഞ്ഞ 2 വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ഇഷ്ടം തന്നെയാണ് നമ്മൾ ലെവറേജ് റേഷ്യോ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെവറേജ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പൈസ ഞാൻ വാങ്ങിക്കൊണ്ട് എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യാൻ എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യാൻ ഞാൻ മറ്റുള്ളവരുടെ നിന്ന് കടം വാങ്ങും, ലോൺ എടുക്കും, കടം വാങ്ങാം, വായ്പ, ഇതൊക്കെയുള്ളൊരു നമ്പറാണ് ലെവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് എൻ്റെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ നമ്പർ, ആ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയ ഒരു കടം അല്ലെങ്കിൽ ലോൺ ഒക്കെ പറയുന്ന ആ ഒരു സംഭവം കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്പറാണ് ലെവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മുമ്പോട്ടും പഠിക്കാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈ ചങ്ങായിയുടെ കൊടുത്തേക്കണം. ഓക്കെ, ക്യാൻ ദ കമ്പനി ഈസിലി പേ ഇറ്റ്സ് ലോൺ ഇൻട്രസ്റ്റ് ഫ്രം പ്രോഫിറ്റ്? അതായത് ആ കമ്പനി ലോൺ എടുക്കും, ആ ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. സോ ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റും വെച്ചിട്ട് ആ ഇൻട്രസ്റ്റ്, ആ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അടക്കാൻ പറ്റുമോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. നമ്മളെ ഫോക്കസ് തെറ്റുന്നുണ്ട് എന്നറിയാം. എൻ്റെ ഫോക്കസ് തെറ്റി. എൻ്റെ ഗ്ലാസ്സിലെ വെള്ളം പറഞ്ഞ കേസ്, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് വെച്ച് ആ കമ്പനിയുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അടക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇതിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഏതിലൂടെ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. സോ ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ആ പ്രോഫിറ്റ് വെച്ചിട്ട്, അവരുടെ പ്രോഫിറ്റ് വെച്ചിട്ട് അടക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നോക്കാം. ഫോർമുല എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോൻ്റെ EBIT നമുക്കറിയാം, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഓക്കെ,
സോ എൻ്റെ കഫേയിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം EBIT എന്ന് പറയുന്നത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 4,00,000 ഇതിങ്ങനെ തന്നെയല്ലേ റാങ്ക്. ഓക്കെ 4,90,000 റുപ്പീസ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. സോ അതിനെ ബൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 24.5 ഓക്കെ. സോ അതിനർത്ഥം എനിക്ക് എൻ്റെ കഫേയിൽ ഇൻട്രസ്റ്റിനേക്കാൾ, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാൻ എനിക്ക് 24 തവണ കഴിയുമെന്നാണ്. മനസ്സിലാക്കില്ല. സോ നമുക്ക് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 24.5 സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് എക്സാമ്പിളാണ്, 10 രൂപയാണെന്ന് വിചാരിക്കുക. സോ എനിക്ക് ആ പ്രോഫിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് അടക്കാൻ എനിക്ക് 245 രൂപ കിട്ടി. അതായത് അത് നമുക്ക് ഇൻട്രസ്റ്റ് അടക്കുന്ന സംഭവമാണല്ലോ 10 രൂപ എന്ന് പറയുന്നത്. സോ അതിനേക്കാൾ 24 മടങ്ങ് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. സോ അത് നല്ലതല്ലേ. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നല്ലതാണ്. മുകളിലോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ കഴിയുന്നതൊക്കെ എനിക്ക് മറ്റേ സ്ക്രീനിൽ എന്നെ വെക്കാം ഗൈസ്. ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ്. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അനലൈസിലാണുള്ളത്. ICR എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അതിൽ 1 താഴെയാണെങ്കിൽ അതിനർത്ഥം ആ കമ്പനിക്ക് ആ ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കാൻ പറ്റില്ല എന്നാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതേപോലെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. 1 മുതൽ 2 ആണെങ്കിൽ വീക്കായിട്ടുള്ളൊരു ഇതാണ്, അതായത് ബാഡ് തന്നെയാണ്. അതായത് അവർ വീക്ക് സ്റ്റേജിലാണ് ഉള്ളത്. അവർക്ക് 1-2 മടങ്ങ് മാത്രമേ 1-2 മടങ്ങ് ഇൻട്രസ്റ്റിൻ്റെ പ്രോഫിറ്റ് മാത്രമേ, അതായത് ഇൻട്രസ്റ്റിൻ്റെ 1-2 മടങ്ങ് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. 2-5 ആണെങ്കിൽ മാനേജബിൾ ആണ് എന്നാണ് പറയുന്നത്. 5-10 ആണെങ്കിൽ സ്ട്രോങ് ആണ്, അതേപോലെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. 10 മുകളിലാണെങ്കിൽ നല്ല സേഫ് കമ്പനിയാണ്. ഓക്കെ. സോ എൻ്റെ കഫേ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ഹെൽത്തിയാണ്. ഇത് ചെയ്യാനാണ് ഗൈസ്, ഞാനല്ല നടത്തണം, ഫോക്കസ് കിട്ടുന്നുണ്ട്. എന്നാലും ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. സോ നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞാൻ നോട്ട്ബുക്കിൽ എന്തോ ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സൗണ്ട് ഒന്ന് ഡിലേ ആയതുകൊണ്ട് നിന്നാൽ മതിയായിരുന്നു. If the answer is x, the interest is x minus 1. ഓക്കെ, എന്തായാലും ഞാൻ എഴുതിയതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കുഴപ്പമില്ല. സോ നമുക്ക് അടുത്തിലോട്ട് പോവാം. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി ആണ് നോക്കണം. സോ ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് how much debt a company has compared to the money owners invested. How much debt a company has compared to the money owners invested. Okay. സോ നമ്മളെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിനെയും നമ്മളെ ടോട്ടൽ ഡെപ്റ്റിനെയും ഇവർ കമ്പയർ ചെയ്യുകയാണ്. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, അതായത് ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും നമ്മളുള്ള ടോട്ടൽ ഡെപ്റ്റും ഇവർ ഡിവൈഡ് ചെയ്യുകയാണ്, താരതമ്യപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് ഇതും, അത്രേ ഉള്ളൂ. സോ എൻ്റെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് 6 ലക്ഷമാണ്. സോ 0.67 അതിനർത്ഥം ഫോർ എവറി 1 rupee യു ഇൻവെസ്റ്റഡ് യു ബോറോഡ് 0.67 ഫ്രം അതേഴ്സ്. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഓരോ ഉറുപ്പിയിലും 0.67 റുപ്പി മറ്റുള്ളവർക്ക് നിന്ന് ഞാൻ കടം വാങ്ങിയിട്ട് അതിലിട്ടതാണ്, ഡെപ്റ്റായിട്ട് ഞാൻ ഇതിലിട്ടതാണ്, ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, നോട്ട്ബുക്കിലുള്ള വായിച്ച് നോക്കാം. ഇറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഡെപ്റ്റ് ക്യാപിറ്റൽ വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്റ്റ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. ഓക്കെ. സോ ഇത് പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്.
അതായത് ഒന്ന് വിചാരിക്കുക, നമ്മൾ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 6 ലക്ഷമാണ്, ഇക്വിറ്റി എന്ന് പറയുന്നതും 6 ലക്ഷമാണ്. സോ അവിടെ 1 എന്നുള്ളൊരു നമ്പർ വന്നു. 6 ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, സോ 1 എന്നുള്ള നമ്പർ വന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം മറ്റുള്ളവരുടേതാണ്, എൻ്റേതല്ല. സോ അത് ബാഡല്ലേ. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഒന്നിൽ കൂടുതലും വരുന്നത് വളരെ അലേർട്ടിംഗ് ആണ്, വളരെ ബാഡാണ്, വളരെ ബാഡാണ്. ഓക്കെ, സോ എൻ്റെ കഫേ ഓടുന്നത് 60% ഓണേഴ്സ് മണി, 40% ബോറോഡ് മണി. അതായത് 60% എൻ്റെ മണിയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മണിയിലുമാണ്, ആ മണിയിലും ബാക്കി 40% ഞാൻ കടം വാങ്ങിയ മണിയിലുമാണ്, പൈസയിലാണ് ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നത്, ഈ ഒരു കഫേ റൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അനലൈസ് ചെയ്യാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.0 to 0.05. കമ്പനി ഹാസ് ഓൾമോസ്റ്റ് നോ ഡെപ്റ്റ്, വെരി സേഫ്. എത്ര കുറവുണ്ടോ അത്രയ്ക്ക് സേഫാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, 0.0. ഓക്കെ, 0.0 എന്നൊക്കെ പറഞ്ഞാൽ ഡെപ്റ്റേ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 0.5 to 1 മോഡറേറ്റ് ഡെപ്റ്റാണ്, അല്ലെങ്കിൽ നോർമലാണ് എന്നാണ്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു സോ 0.5-നും 1-നും ഇടയ്ക്കുള്ളതാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ. എൻ്റെ എത്രയായിരുന്നു, 6.7 അല്ലേ, അല്ല 0.67. ഓക്കെ, 1 മുതൽ 2 വരെ ഹൈ ഡെപ്റ്റാണ്, റിസ്കി ആണ്. ഓക്കെ, 2% കൂടുതലുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആണ് എന്നാണ്. ഡെപ്റ്റ് ടു ആസെറ്റ് റേഷ്യോ, സോ നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയും കവർ ചെയ്തു. ഓ മൈ ഗോഡ്, ഈ സൗണ്ട് ഡിലേ ആയിട്ടാണ് മോനെ, ഞാൻ ഭയങ്കര ഇതിലായിരിക്കും, ഭയങ്കര പണിയായിരിക്കും എഡിറ്റ് ചെയ്യാൻ. ഞാൻ ഈ ഒരു ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി. ഓക്കെ, അവിടെ ഞാൻ ചെറിയൊരു കട്ട് വരുത്തി വേഗം കംപ്രസ് ചെയ്യാനും അതേപോലെ സൗണ്ട് ഡിലേ ആവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുന്നത് നല്ലതാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുന്നത് നല്ലതാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കുറയുന്നത് നല്ലതാണ്. ഇനി ഡെപ്റ്റ് ആസറ്റ് റേഷ്യോ, അത് ഓൾറെഡി എന്താണെന്ന് എനിക്കിപ്പോൾ ഒരു പിടി കിട്ടിയിട്ടുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദ കമ്പനി ആസറ്റ്സ് ആർ ഫൈനാൻഷ്യലി ബൈ ഡെപ്റ്റ്? അതായത് ഈ കമ്പനിയിലെ ആസറ്റ്സ്, ഈ ഒരു കഫേയിലുള്ള ആസറ്റ്സ്, ഈ ഒരു ഡെപ്റ്റ് കൊണ്ട്, അതായത് ലോണ് കൊണ്ട് എനിക്കുള്ള ഓൺ ചെയ്ത് ഞാൻ വാങ്ങിയ അസറ്റ്സൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ്, സോ എത്ര ആയിരിക്കും എൻ്റെ വില എന്നൊക്കെയാണ് പറയുന്നത്. ഫോർമുല അത് നമുക്ക് ഞാൻ ഇതിലൊന്ന് കേട്ടെ. ഹൗ മച്ച് ഓഫ് ദ ടോട്ടൽ ആസറ്റ്സ് ആർ ഫൈനാൻസ്ഡ് ത്രൂ ദ ഡെപ്റ്റ് ക്യാപിറ്റൽ. അടിപൊളി, രണ്ടും ഒരേ ഇതാ. ഓക്കെ, സോ ഫോർമുലയിലേക്ക് കിടക്കുമ്പോൾ ഡെപ്റ്റ് ആസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റ് ബൈ ടോട്ടൽ ആസറ്റ്സ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കടയിലുള്ള സാധനങ്ങളിൽ മറ്റുള്ളവരുടെ പൈസ വെച്ച് വാങ്ങിച്ചിട്ട് അത് ഞാൻ ഓൺ ചെയ്തത് എന്തെല്ലാം, എൻ്റെ അസറ്റ്സ്, എൻ്റെ കമ്പനിയിലെ അസറ്റ്സൊക്കെ മറ്റുള്ളവരുടെ പൈസയും കൊണ്ട് ഓണായ കാര്യങ്ങളൊക്കെ ഏതെല്ലാം, അത് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സോ ഫോർമുല എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ആസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റ് ബൈ ടോട്ടൽ ആസറ്റ്സ് ആണ്. അതായത് 4 ലക്ഷമാണ് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്, 10 ലക്ഷമാണ് ടോട്ടൽ ആസറ്റ്സ് എന്ന് പറയുന്നത്. സോ 0.4 വരും. അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കി വരുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അവിടെ കിട്ടുന്നത് 40 ആണ്. സോ അവിടെ കിട്ടുന്നത് 40 ആണ്. സോ അതിനർത്ഥം എൻ്റെ കഫേയിലുള്ള അസറ്റ്സൊക്കെ ഫർണിച്ചർ ആവാം, മെഷീൻസ് ആവാം, പല കാര്യങ്ങളും ആവാം, അതിൽ 40% കടം കൊടുത്ത് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുള്ള ഓൺ ചെയ്ത കാര്യങ്ങളാണ് അതെല്ലാം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോണ് കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഈ
സോറി, ഈ ഒരു കഫേയിൽ കാണുന്ന 40% ഫർണിച്ചേഴ്സും 40% അസറ്റ്സും നിങ്ങൾക്ക് മനസ്സിലാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ആനലൈസിലേക്ക് വരുമ്പോൾ ഓക്കെ, ലോ എന്ന് വെച്ചാൽ ഗുഡാണെന്ന് തന്നെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്നാലും നോക്കാം. റേഷ്യോ 0.5 സേഫ്, മീനിങ് സേഫ്. കമ്പനി ഓൺസ് മോസ്റ്റ് ഓഫ് ഹിസ് ആസറ്റ്സ്. ഓക്കെ, സോ എൻ്റേത് 40% അതിനെ നമ്മൾ നോക്കുമ്പോൾ 0.4 ആണ്. സോ അതിനർത്ഥം എന്ന് പറയുന്നത് ബാക്കി 60% കാര്യങ്ങളും എൻ്റെ ഈ ഒരു കമ്പനിയുടെ ആസറ്റ്സാണ്. കമ്പനിയുടെ പൈസ കൊണ്ട് വാങ്ങിച്ച ആസറ്റ്സാണ്. സോ അത് നല്ലതാണ്. സോ എത്ര കുറയുന്നു അത്രയ്ക്ക് നല്ലതാണ്. 0.5 0.7 ഇടയിലാണെങ്കിൽ മീഡിയം ലെവറേജ്. ഓക്കെ, മീഡിയം ഡെപ്റ്റ്. 0 മുകളിലാണെങ്കിൽ ഹൈ റിസ്ക് ആണ്. ടു മച്ച് ബോറോഡ് മണി, അതായത് അവരുടെ കയ്യിലുള്ള ആസറ്റ്സ് മറ്റുള്ളവരുടെ നിന്ന് കടം വാങ്ങിയിട്ടാണ് അവർ ഓൺ ചെയ്തേക്കണത്. 70% മുകളിലുള്ളത്. ഓക്കെ, സോ നമ്മൾ ഡെപ്റ്റ് ആസറ്റ്സ് റേഷ്യോ കവർ ചെയ്തു. ഓ മൈ ഗോഡ്, ഇനിയുണ്ട് ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ അവിടെ കൊടുത്തിട്ടില്ല, ഇപ്പോൾ കൊടുക്കാം. സോ ലോഡാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെള്ളം കുടിക്കട്ടെ. ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് ടു ലൗഡ്. എക്സലന്റ് ക്വസ്റ്റ്യൻ. യു ആർ നോട്ട് ലേണിംഗ്. അതല്ല, വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലെവറേജ് റേഷ്യോ? Financial leverage means using borrowed money to try to increase the return on owner's money equity. It's like saying if I borrow money and still earn more than I pay interest, my returns go up. Okay, ഇതൊക്കെ കട്ട് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ലോൺ എടുത്ത പൈസയെക്കാളും ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കാട്ടി ഇൻട്രസ്റ്റിനെക്കാട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടിയിരിക്കുക എന്നാണ്. സോ അതിൻ്റെ മെത്തേഡ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫിനാൻഷ്യൽ ലെവറേജ് റേഷ്യോൻ്റെ മെത്തേഡ്സ്. മെത്തേഡ് 1 ഉണ്ട്, 2 ഉണ്ട്. 1 സിംപ്ലസ്റ്റ് ഫോമാണ്, ടോട്ടൽ അസറ്റ്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. മെത്തേഡ് 2 കോൺസെപ്റ്റുവൽ ഫോമാണ്, ഫിനാൻഷ്യൽ ലെവറേജ് എഫക്റ്റ് ROE ബൈ ROA ആണ്. സോ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്നത് മെത്തേഡ് 1 ആണ്. പക്ഷെ ഇവിടെ മാറ്റം എന്ന് വെച്ചാൽ ആവറേജ് ടോട്ടൽ അസറ്റ്സും ആവറേജ് ടോട്ടൽ ഇക്വിറ്റിയും. ആവറേജ് കാണാനൊന്നുമില്ല. അസറ്റ്സിൻ്റെ ഈ ഒരു വർഷത്തെ കമ്പനിയുടെ അസറ്റ്സിൻ്റെയും കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ അസറ്റ്സിൻ്റെയും ഒന്ന് കൂട്ടുക, അതിനുശേഷം ബൈറ്റ് നടത്തിയാൽ ആവറേജ് കിട്ടും. സോ രണ്ടും ആവറേജ് ടോട്ടൽ അസറ്റ്സും ആവറേജ് ടോട്ടൽ ഇക്വിറ്റിയും. ഓക്കെ, സോ യൂസിങ് മെത്തേഡ് 1 FLR ഈസ് ഈക്വൽ ടു 10 ലക്ഷം ടോട്ടൽ അസറ്റ്സ് ആണ് എൻ്റെ. അതിൻ്റെ കൂടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, എൻ്റെ ഇക്വിറ്റി 6 ലക്ഷമാണ്. സോ അത് ഡിവൈഡ് ചെയ്ത് കാണാൻ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 1.67 ആണ്. സോ അതിനർത്ഥം ഫോർ എവറി 1 rupee യുവർ ഓൺ മണി യുവർ കഫേ യൂസസ് 1.76 ടോട്ടൽ. 1 rupees ഓഫ് യുവേഴ്സ് 0.67 ബോറോഡ്. സോ അതിനർത്ഥം എൻ്റെ കഫേ 1.67 ഇൻറ്റു ലെവറേജ്ഡ് ആണ് എന്നാണ്. അതായത് ഞാനിപ്പോൾ 1 രൂപയാണ് അതിലേക്ക് ഇടുന്നതെങ്കിലും ആ കഫേ ടോട്ടലായിട്ട് യൂസ് ചെയ്യുന്നത് 1.67 ആണ്. സോ 0.67 എന്ന് പറയുന്നത് ലെവറേജ് ആയിരിക്കും, മറ്റുള്ളവരിൽ നിന്ന് ബോറോ ചെയ്ത മണിയായിരിക്കും, കടയൊക്കെ വാങ്ങിയിട്ടുള്ള മണിയായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഹയർ ദ നമ്പർ ഹയർ ദ ലെവറേജ്. ലോ എന്ന് പറഞ്ഞാൽ ഗുഡാണ്, അതായത് ഹയർ ദ നമ്പർ, ആ നമ്പർ ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുറേ ഡെപ്സ് ഉണ്ട് എന്നാണ്, ഹയർ ദ ഡെപ്സ്. സോ ലോ ആയിട്ട് കിടക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ എഫക്റ്റ്, ലെറ്റ്സ് ഇമാജിൻ 2 cafes. ഓക്കെ, ഡീറ്റെയിൽ ഓണേഴ്സ് മണി കഫേ. ഓക്കെ, സോ നമുക്ക് 2 കഫേ ഇട്ട് തിരിക്കാം. ഒന്ന് കഫേ എയും ഒന്ന് കഫേ എയും 2 കഫേ ബിയും. ഓക്കെ, സോ ഓണേഴ്സ് മണി 6 ലക്ഷം, കഫേ ബിയിലും 6 ലക്ഷം ലോൺ, കഫേ എയിൽ
0, കഫേ ബിയിൽ 4 ലക്ഷം. ടോട്ടൽ അസറ്റ്സ് കഫേ 75%, ROA 35%, 35.25%. സോ ഈ രണ്ട് കഫേയിലും റിട്ടേൺ ഓൺ ആസറ്റ്സ് എന്ന് പറയുന്നത് 35%. 35% കഫേ എയിലും 35.25% കഫേ ബിയിലുമാണ്. ബട്ട് ദ വൺ യൂസിങ് ഡെപ്റ്റ്, കഫേ ബി ആണല്ലോ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത്, കടം വാങ്ങിക്കുന്നത്. സോ അതെത്രയാ? 4 ലക്ഷമാണ്. ബട്ട് ദ വൺ യൂസിങ് ഡെപ്റ്റ് കഫേ ബി ഹാസ് എ ഹയർ ROE. എന്ന് പറയുന്നത് നമുക്കറിയാം റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. സോ ആ ഡെപ്റ്റ് യൂസ് ചെയ്ത ഒരു കഫേ ബി ഹയർ ROE ആണുള്ളത്, അതായത് 52%. ഇവിടെ ലോണൊന്നും എടുക്കാതെ ഉള്ള ഒരു ഡെപ്റ്റൊന്നും ഇല്ലാത്ത കഫേ എയിൽ ROE എന്ന് പറയുന്നത് 35%. എന്നാൽ കഫേ ബിയിൽ 58.75%. കാരണം കഫേ ബി കടം വാങ്ങിയ പൈസ കൊണ്ട് അത് ചീപ്പായിട്ടുള്ള പൈസയാണെങ്കിലും അതിനെ എഫക്റ്റീവായിട്ട് അവർ ഉപയോഗിച്ചു. സോ അങ്ങനെ അവർ ആ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂട്ടി. 4 ലക്ഷമാണ് അവർ ഡെപ്റ്റിൽ ഉണ്ടായിരുന്നത്, 4 ലക്ഷമാണ് അവർ ലോൺ എടുത്തത്. ആ 4 ലക്ഷം കൊണ്ട് അവർ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇക്വിറ്റി തന്നെ റിട്ടേൺ ഉണ്ടാക്കി ഇക്വിറ്റിയിൽ. സോ ദാറ്റ്സ് ഫൈനാൻഷ്യൽ ലെവറേജ് വർക്കിംഗ് പോസിറ്റീവ്ലി. Leverage amplifies both profit and loss. Okay. If ROA ROE goes up. So cost of ഡെപ്റ്റിനേക്കാളും ROE കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ROA കൂടുതലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ആസറ്റ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ROE കൂടും. അതായത് ROE കൂടും. ROA കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതായത് ലോണുകളൊക്കെ ROAനെക്കാട്ടും കൂടുതൽ, റിട്ടേൺ ഓൺ ആസറ്റ്സിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ROE തകരും. സോ എക്സാമ്പിൾ വെൻ ലെവറേജ് ബാക്ക്ഫയർസ്, ലെറ്റ്സ് സേ പ്രോഫിറ്റ് ഡ്രോപ്പ്, EBIT ബിക്കം ഇൻട്രസ്റ്റ് സ്റ്റിൽ, EBIT ഇൻട്രസ്റ്റ് പാറ്റ്. ROE എന്ന് പറയുന്നത് 9.3%. ROE falls just because you had debt. If you had no loan, your ഓക്കെ. ഇവിടെ അതേ സെയിം കേസിലാണ് പറയുന്നത്. EBIT എന്നത് ഒരു 1 ലക്ഷം എന്ന് വിചാരിക്കുക, ഇൻട്രസ്റ്റ് 20,000 തന്നെയാണ്. EBITയിൽ നിന്നും EBT ആയി. EBIT എന്ന് പറയുമ്പം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആണ്. EBT എന്ന് പറയുന്നത് ആ ഒരു ടാക്സ് പോയുള്ള ഏർണിങ്സ് ആണ്. സോ 1 ലക്ഷത്തിൽ നിന്ന് 20,000 കുറച്ചപ്പോൾ 50,000 കിട്ടി. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 56,000 രൂപയാണ്. സോ ROE എന്ന് പറയുന്നത് 56,000 രൂപയും ബൈ 6 ലക്ഷം രൂപയും. സോ 9.3%. ROE 58, ആ ഒരു കഫേ ബിയിലെ കാര്യമാണ് പറയുന്നത്, 58% നിന്നും 9% മാറി. കാരണം എന്താ? നമുക്ക് ഡെപ്റ്റ് ഉള്ളതുകൊണ്ട്, നമുക്ക് ലോൺ ഉള്ളതുകൊണ്ട് അത് 58% നിന്നും 9% മാറി. നമുക്ക് ലോൺ ഇല്ലെങ്കിലോ, ഇഫ് യു ഹാഡ് നോ ലോൺ, യുവർ ROE മൈറ്റ് സ്റ്റിൽ ബി നിയർ 12 to 15%. നമുക്ക് ലോൺ ഇല്ലെങ്കിലും നമ്മളെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 12-15% അടക്കായാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ലെവറേജ്. സോ ഇവിടെ പറയുന്നത്, തിങ്ക് ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ് ലൈക്ക് എ റോക്കറ്റ് ബൂസ്റ്റർ. ഇറ്റ് ഹെൽപ്സ് യു ഗോ ഹയർ ഇഫ് യുവർ എൻജിൻ ഈസ് സ്ട്രോങ്, ബട്ട് ഇഫ് ദ എൻജിൻ ഫെയിൽസ് ദ ബൂസ്റ്റർ ജസ്റ്റ് മേക്ക് യു ക്രാഷ് ഹാർഡർ. അതായത് ആ ഒരു എൻജിനെ പറക്കാൻ വേണ്ടിയിട്ട്, നല്ല ഹൈയിൽ പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എൻജിൻ സ്ട്രോങ് ആയിരിക്കണം. ആ എൻജിൻ പൊട്ടിപ്പോയാൽ പിന്നെ അതിൻ്റെ ബൂസ്റ്റർ നൈട്രോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മറ്റേ ബൂസ്റ്റർ just to make it crash more, it's gonna crash strong. അതായത് ആ ബൂസ്റ്റർ തന്നെ നമ്മൾക്ക് തിരിച്ചിട്ട് പണി തരും.
സോ ബൂസ്റ്റർ എന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ലെവറേജ് കൊണ്ടാണ്. ആ ബൂസ്റ്റർ നല്ലതായ രീതിക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ഓക്കെ. സോ എഞ്ചിന് പ്രോഫിറ്റും ബൂസ്റ്റർ ലെവറേജും ആണ്. ഡെപ്റ്റ് ഈസ് നോട്ട് ബാഡ്, ഇറ്റ്സ് പവർ, ബട്ട് യു മസ്റ്റ് കൺട്രോൾ ഇറ്റ്. സോ ലോണും മറ്റേ ഡെപ്റ്റൊക്കെ എന്നൊക്കെ പറയുന്നത് ബാഡായിട്ടുള്ള കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്. ഇറ്റ്സ് പവർ, അത് പവറാണ്, ബട്ട് യു മസ്റ്റ് കൺട്രോൾ ഇറ്റ്. ആ കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന കമ്പനി, നമ്മൾ അനലൈസ് ചെയ്യുന്ന കമ്പനിക്ക് അതിൻ്റെ ഡെപ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് മുമ്പോട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും. സോ എത്രക്ക് ലോ ആണോ അത്രക്ക് നല്ലതാണ് FLR, ഫിനാൻഷ്യൽ ലെവറേജ് റേഷ്യോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് ലെവറേജ് റേഷ്യോ എന്താണെന്നാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും ഡെപ്റ്റ് ആസറ്റ് റേഷ്യോയും ഫിനാൻഷ്യൽ ലെവറേജ് റേഷ്യോ. എന്താ ഓക്കെ. സോ ഫിനാൻഷ്യൽ ലെവറേജ് റേഷ്യോ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ 1,00,000 ആൾ കാണുന്ന വീഡിയോ അല്ല. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്കും നിങ്ങൾക്കും ഈ ലെവറേജ് റേഷ്യോ എന്താണെന്നും അതിനുള്ളിലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ആസറ്റ് റേഷ്യോ, ഫിനാൻഷ്യൽ ലെവറേജ് റേഷ്യോ നല്ലോണം മനസ്സിലായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോ ഉണ്ടാവും, നാളത്തെ വീഡിയോ ആണ്. സോ എല്ലാവരും കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനിത് കാണുകയാണെങ്കിൽ നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കും. പേടിക്കേണ്ട ഒരാവശ്യമില്ല. നോ ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കും. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, സോ നാളെ രാവിലെ എണീക്കണം. നാളത്തെ എന്താ പ്ലാൻ എന്ന് പറയും ഗൈസ്. സോ എന്തായാലും വീഡിയോയിൽ കാണും. നാളെ എന്തായാലും ഞാനൊരു വീഡിയോ ഇടും. നാളെ എഡിറ്റ് ഇടാന്നെല്ലാം പറയുന്നത് കുറച്ച് കടുപ്പാണ്, എന്നാലും നോക്കാം. ഓക്കെ, സോ നാളെ മറ്റന്നാളെയോ ആയിരിക്കാം ഇടാൻ. കാരണം നാളെ എല്ലാ വീഡിയോസും എടുത്ത് കഴിഞ്ഞാലും അത് കമ്പോസ് ചെയ്ത് ഇതൊക്കെ ഒരു മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്നൊക്കെ ആവും. എന്തായാലും നാളെ തന്നെ ടൈറ്റിൽ കൊടുക്കും. നാളത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു രാവിലെ 7 മണി 6:30 എണീക്കും. എന്നിട്ട് ഫ്രഷ് ആരെല്ലാം കഴിഞ്ഞ് ഫ്രഷ് എന്ന് ഉദ്ദേശിക്കുന്നത് പല്ലേക്കുക, ഫേസ് വാഷിട്ട് മുഖവരൊക്കെ അത് തന്നെ. പിന്നെ ഒരു മാസ്കും വെച്ചിട്ട് വീടും ഫുള്ളൊന്ന് ക്ലീൻ ആക്കണം. ഫുള്ളൊന്നല്ല, ജനാലക്കമ്പി തുടക്കണം, മറ്റേ ഇത് തുടക്കണം, പിന്നെന്താ മറ്റേ മിറർ കണ്ണാടയൊക്കെ തുടക്കണം. അങ്ങനെ തുടച്ച് കഴിയുമ്പോഴേക്ക് വേണമെങ്കിൽ ഒരു 11 മണി 12 മണി കൂട്ടാം. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്യും. വേറെ അധികം ഒരു പണി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വൈകുന്നേരം നമ്മൾ ഉപ്പാനവിടെ പോവും. ഉപ്പാനവിടെ നിന്ന് വേഗം ഇവിടെയൊക്കെ മുറിച്ച് കുട്ടപ്പനായി പെരുന്നാൾക്ക് പോകും. ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ ഭാഗ്യം. എന്തായാലും നാളെ എന്തായാലും എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം. നാളെ എന്തായാലും ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി, നമസ്കാരം. വിഷ് എ ഗുഡ് ഡേ. ഗസ് ഞാൻ പുതിയ പറയാൻ വിട്ട കാര്യമാണ്. ഞാൻ പുതിയ മറ്റെന്താ പറയുക പാട്ട് ബുക്ക് ചെയ്താൻ തുടങ്ങി. രജബ് മാസനില മൈക്കിൽ നല്ല ഇതുണ്ടാവില്ല. ആകെ 5 എണ്ണമായിട്ട് കേൾക്കുള്ളൂ. എന്നാലും ബാക്കി ഞാൻ എഴുതും. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ, സി യു, ടാറ്റ. സോ ഇത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യും. ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യും. ഇപ്പം എന്താണെന്ന് പറയുമ്പോൾ ഇല്ല, പറ്റൂല. ഒരു 8 മണിക്ക് എഡിറ്റ് ചെയ്യും. 8 മണി തൊട്ടിട്ട് 10 മണി വരെ കഴിയും. 8 മണി തൊട്ട് 10 മണി വരെ 2 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ കഴിപ്പിക്കും ഞാൻ. സോ അതിന് രാവിലെ 6:30 എണീക്കും. ബാക്കി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ശരി, എന്നാൽ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒന്നുകൂടിയും താങ്ക്സ് പറയാൻ. സോ നന്ദി, നമസ്കാരം. വിഷ് യു എ ഹാപ്പി ഗുഡ് ഡേ. ബൈ. വേണ്ടായിരുന്നു.